നമ്മുടെ ഇതിൽ ചെയ്തു തുടങ്ങിയോ ആരെങ്കിലും? ഓക്കെ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഞാൻ ഇന്ന് നമുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത് ഈ ടാസ്കിന്റെ എല്ലാം ഒരു ഡെമോ പോലെ, ലൈക്ക് ഒരു ലൈവ് ഡെമോ പോലെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളെ ഓട്ടോ ലേഔട്ട് എന്നും പറഞ്ഞൊരു കൺസെപ്റ്റും കൂടെ പഠിപ്പിക്കാം. പിന്നെ ആക്ച്വലി ഇത് ഏകദേശം തീരാറായി. ഇന്നത്തെ ഒരു സെഷന് തീർന്നേനെ. ബട്ട് നമ്മൾ ഈ ലൈവ് സാധനം ചെയ്യുന്ന കാരണം വേറെ 2 ഇതും കൂടെ ഉണ്ട്. കമ്പോണൻസും പിന്നെ പ്രോട്ടോടൈപ്പിങ്ങും. ഇതും കൂടെ കഴിയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ടാസ്ക് ഒക്കെ ചെയ്ത് തുടങ്ങിക്കോ. ഡെഡ് ലൈൻ ഇപ്പം തന്നെ അതിൻ്റെ അടുത്ത് തന്നെ വരുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് ചെയ്തു തുടങ്ങണം. ഓക്കെ. സോ നമുക്ക് ആദ്യം ഓട്ടോ ലേഔട്ടിനെ കുറിച്ച് പഠിക്കാം. എന്നിട്ട് ഇതിലേക്ക് കടക്കാം. ടാസ്കിൻ്റെ ഇതിലേക്ക് പോവാം. നമുക്ക് സ്ക്രീൻ കാണോ? ഓക്കെ. ഓക്കെ. ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ HTML CSS ഒക്കെ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? CSS അറിയാവുന്ന? ഓക്കെ, ആരുമില്ല. CSSലെ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും ഫിഗ്മയിൽ ഇവർ അപ്ലൈ ചെയ്തേക്കുന്നത്. അതായത് ഫ്ലെക്സ് ബോക്സ് ആഡ് ചെയ്തിട്ട് പാഡിങ് കൊടുത്ത് അങ്ങനത്തെ ഒരു കാര്യം. ഓക്കെ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. ആൻഡ് ഈ ഓട്ടോ ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അക്കംപ്ലിഷ് ചെയ്യാനാണ്. റെസ്പോൺസീവ് ഡിസൈൻ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഓക്കെ, ഇല്ല. റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഓരോ ഇപ്പൊ ഗവൺമെന്റ് സൈറ്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര വൈഡ് ആയിട്ടിരിക്കുന്ന കാണാം, ചിലത് ഭയങ്കര നാരോ ആയിട്ടിരിക്കുന്ന കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരരുത്. ഇപ്പം നമ്മൾ എല്ലാ സ്ക്രീൻ സൈസിലും അത് കാണാൻ കറക്റ്റ് ആയിട്ടുണ്ടാവണം. സോ അതിനെയാണ് റെസ്പോൺസീവ് ഡിസൈൻ എന്ന് പറയുന്നത്. റെസ്പോൺസീവ് എന്ന് വെച്ചാൽ എന്താ? റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സ്ക്രീൻ സൈസിൽ ആ ഡിസൈൻ റെസ്പോണ്ട് ചെയ്യണം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഓട്ടോ ലേഔട്ട് ഇട്ടൊരു എലിമെന്റ് ആണ്. അപ്പം ഞാനിത് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അത് മാറും. കണ്ടോ, അലൈൻമെന്റ് ഒന്നും ഞാൻ മാറ്റിയില്ല. ഇവിടെ തന്നെത്താനെ അത് കറക്റ്റായിട്ട് മാറുന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. പിന്നെ ഇത് ചെയ്യുന്നതുകൊണ്ടൊരു ഉപയോഗം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒറ്റ കമ്പോണന്റ് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് ഫുൾ വെബ്സൈറ്റ് ഉണ്ടാക്കാം. ഇതുണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സെക്ഷൻ പിന്നെയും ക്രിയേറ്റ് ചെയ്തു. ഞാനിത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ ഇത് രണ്ടിലും ഞാൻ ഷിഫ്റ്റ് കൊടുക്കുവാണെങ്കിൽ കണ്ടോ, ഇനി എനിക്ക് ഇതിൻ്റെ ഓക്കെ ഇനി എനിക്കിതിൻ്റെ കണ്ടോ, എനിക്ക് ഇങ്ങനെ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഇതുപോലെ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലായി എന്ന് വരത്തില്ല. ബട്ട് ഞാനിത് കുറച്ചുകൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. സോ ഒരു ഓട്ടോ ലേഔട്ടിൻ്റെ ഒരു സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ കുറച്ച് സ്ക്വയർസ് വരയ്ക്കുവാണ്. പിന്നൊരു കാര്യം, ഓട്ടോ ലേഔട്ടിൻ്റെ വിൻഡോസിലെ ഷോർട്ട് കട്ടാണ് Shift+A. ഓക്കെ, Shift+A നിൽക്കുവാണെങ്കിൽ ഓട്ടോ ലേഔട്ട് ഇനേബിൾ ആവും. ബട്ട് ഇപ്പം നമ്മൾ ഇത് ചെയ്യുവാണ്. ഇത് ഞാൻ ഈ രണ്ടും ഇങ്ങനെ 3 ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് 3 എനിക്ക് അലൈൻ ചെയ്യണം. കണ്ടോ, അലൈനായി. ഇനി എനിക്കിതിൻ്റെ ഇത് മാറ്റണമെന്ന് വെച്ചോ. ഇത് എങ്ങനെയാണ് അലൈൻ ചെയ്തേക്കുന്നുള്ളത്? അലൈൻ സെൻറ്റർ വേണേൽ അലൈൻ സെൻറ്റർ കൊടുക്കാം.
ഇത് അങ്ങോട്ടാക്കണമെങ്കിൽ അങ്ങോട്ടാക്കാം, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ മാറ്റാം. ഇപ്പം ഹൊറിസോണ്ടൽ ലേ ഔട്ടാണ് വന്നേക്കുന്നത്. ഇനി ഇത് താഴെ നിന്നാക്കാം. കണ്ടോ? അപ്പോൾ ഇത് എന്നിട്ട് വേണമെങ്കിൽ എനിക്കിതിൻ്റെ സൈഡിലുള്ള, അതായത് ഇൻ ബിറ്റ്വീൻ എത്ര സ്പേസിംഗ് ഉണ്ടോ അതെല്ലാം എനിക്ക് മാറ്റാൻ പറ്റും. ഞാൻ അതിൽ ഈ ഹാൻഡിൽ പിടിച്ച് നോക്കിയാൽ മതി, എങ്ങനെ വേണേലും ഇത് മാറും. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ഓട്ടോ ലേ ഔട്ടിൻ്റെ ഒരു സിമ്പിൾ എക്സസൈസ് എന്ന് പറയാൻ ഒരു സിമ്പിൾ ഡെമോൺസ്ട്രേഷൻ. ബട്ട് ഇത് ഈ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് എന്തോ ഉപയോഗിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പാഡിങ് എന്നൊക്കെ കേട്ടിട്ട് ആൾക്കാരുണ്ടോ? പാഡിങ് എന്ന് കേട്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, പാഡിങ് എന്താന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, പാഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ വെബ്സൈറ്റിന്റെ ഒരു ബോർഡർ. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ വന്നപ്പോൾ കണ്ടോ, ഇവിടെ ഒരു സ്ലൈറ്റ് ബോർഡർ ഉണ്ട്, ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്, ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. ഇതേ സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത്, ഈ സൈഡിലും ഉള്ളത്. ഇവിടെ ഉള്ള സ്പേസ് ആയിരിക്കും താഴെ പോകുമ്പോഴും ഉള്ളത്. ഇല്ല, ഓക്കെ, ഇത് ഫുട്ടറാണ്. അത് സെയിം ആവണമെന്നില്ല. ഇതേ തന്നെ ആയിരിക്കും ഇങ്ങോട്ടും ഉള്ളത്. കണ്ടോ, ഇവിടുന്ന് ഇത്ര തന്നെ ആയിരിക്കും ഇത്രയുള്ളത്. ആൻഡ് ഇതിനെയാണ് പാഡിങ് എന്ന് പറയുന്നത് ബേസിക്കലി. ഓക്കെ, ഇവിടെ സൈഡിലും ടോപ്പിലൊക്കെ കൊടുക്കുന്നതിന്റെ സ്പേസിങ്ങിനെയാണ് എന്നാ പാഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫ്രെയിം എടുക്കുവാണ്, വയർ ഫ്രെയിം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യുവാണ്. ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ റെക്റ്റാങ്കിളോ ഇല്ലെങ്കിൽ സ്ക്വയർസോ വേണമെന്നില്ല. ഇതിൽ തന്നെ നമുക്കിപ്പോൾ ഷിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ ഓട്ടോ ലേഔട്ട് ആഡ് ആവും. കണ്ടില്ലേ, ഇപ്പം ഓട്ടോ ലേഔട്ട് ആഡ് ആയി. ഇനിയിപ്പോൾ എനിക്കിതിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പാഡിങ്. അപ്പം ഞാൻ ഇവിടെ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു ഗ്രിഡ് സിസ്റ്റത്തിന്റെ കാര്യം. ഇവിടെ മെഷർമെന്റ്സ് കൊടുക്കുമ്പോൾ ആ ഒരു പഠിച്ച സാധനം ഇവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇവിടെ മെഷർമെന്റ്സ് കൊടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 8ന്റെ അല്ലെങ്കിൽ 4ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് കൊടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അതായത് ഒരു കാണാനൊരു വൃത്തിയൊക്കെ കാണും. ഞാൻ ഇവിടെ ഒരു 80 പാഡിങ് കൊടുക്കുവാണ്. അപ്പം ഇവിടെയുണ്ട് പാഡിങ്, ഇവിടെയുണ്ട് പാഡിങ്. ഓക്കെ അല്ലേ? ഇത് വെർട്ടിക്കൽ പാഡിങ്. ഇത് ഞാൻ എല്ലാം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന കുഴപ്പമില്ല. കാരണം ഇത് ഇങ്ങനെ ഹവർ ചെയ്യുവാണെങ്കിൽ ഇത് ഏതാ പാഡിങ് എന്ന് കാണിക്കും. കണ്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെർട്ടിക്കൽ പാഡിങ് ഒരു 104 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും വന്നു, ഇവിടെ ഇത്രയും വന്നു. ഇനി ഇത് എനിക്ക് വേണേൽ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ മാറ്റാം. കണ്ടോ, ഇത് മാറി, ഇത് ഞാൻ കൂട്ടി. ബട്ട് ഇത് എനിക്കിനി ഫുട്ടറായിട്ട് ഉപയോഗിക്കാം. ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു ടോപ്പിലെ പാഡിങ്. ഓക്കെ, സോ ഇത് ആഡ് ചെയ്യാനാണ് ആദ്യം നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് റീക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫ്രെയിം അല്ലെങ്കിൽ അത് നേരത്തെ കാണിച്ച ആ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സോ ഈ ഇമേജ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയത്തില്ല, ഇത് ആക്ച്വലി ഒരു ഇമേജ് അല്ല, ഇതിൽ ഒരു ഫ്രെയിം ഉണ്ട്. ഈ ഫ്രെയിമിന്റെ അകത്താണ് ഇമേജ് കിടക്കുന്നത്. സോ നമ്മൾ എപ്പോൾ ഓട്ടോ ലേഔട്ട് ഉപയോഗിക്കുമ്പോഴും അതൊരു ഫ്രെയിമിനാണ് അപ്ലൈ ആവുന്നത്. ഓക്കെ, നിങ്ങളൊരു ഫ്രെയിം ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇമേജസും ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇമേജസ് ഒരു എലമെന്റ് ആയിട്ട് അതിൽ റീഡ് ആവത്തില്ല. ഇപ്പം നിങ്ങൾ ഇതിന്റെ ഇടയിലുള്ള സ്പേസിങ് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇവിടെയാണ് മാറ്റുന്നത്. ഞാൻ ഇവിടെ മാറ്റുവാണെങ്കിൽ അത് കുറയും. സോ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഫ്രെയിം ആക്കി വെക്കുന്നത് കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് ഫ്രെയിം ആണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതെടുത്ത് ഇതിൽ വെക്കാം. ഇത് വെക്കുമ്പം കണ്ടോ കറക്റ്റ് നടുക്ക് പോയിരിക്കും. ബട്ട് ഇതിന് നമ്മൾ ഓട്ടോ ലേഔട്ട് കൊടുക്കണം. ഈ ഒരു ഫ്രെയിമിന് ഓട്ടോ ലേഔട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഓട്ടോ ലേഔട്ട് കൊടുക്കുമ്പോൾ കണ്ടോ ഇത് അലൈൻ ചെയ്തേക്കുന്നത് ലെഫ്റ്റില്ല. ഇവിടെ ഞാൻ അലൈൻ റൈറ്റ് കൊടുക്കുവാണെങ്കിൽ ഓക്കെ, ഒരു മിനിറ്റ്, അലൈൻ റൈറ്റ് കൊടുക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരും. ഓക്കെ, ഞാനിപ്പം ഇതിന്റെ ഓട്ടോ ലേഔട്ടിൽ ഇത് മാറ്റിയിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ ഉള്ളിലുള്ള എലമെന്റ്സേ മാറത്തുള്ളൂ.
ബട്ട് ഇതിൻ്റെ ഓട്ടോ ലേഔട്ടിൽ മാറ്റിയാലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറത്തുള്ളൂ. കണ്ടോ, എനിക്ക് അതിനെ ഇങ്ങനെ ആക്കാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം, എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം. സോ ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സെക്ഷനാണ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇത്ര ഒരു കോളം അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഒരു ടെക്സ്റ്റ് സെക്ഷൻ എന്ന് വേറെ പറയാം. അപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് എല്ലാം ഒരു മിനിറ്റ്, ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യാം നമുക്ക്. ആക്ച്വലി ഇതിനെ അൺഗ്രൂപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ടൈപ്പ് ചെയ്ത സമയം പോകും. ഓക്കെ, ഓക്കെ. ആൻഡ് ഇത് നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. ഇത് ഓൾറെഡി ഓട്ടോയിലായിട്ട് ഇട്ട് വെച്ചേക്കുക. ബട്ട് ഇത് അൺഗ്രൂപ്പ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ, ഇതെല്ലാം ഓരോ ഗ്രൂപ്പായി. ഇനിയാണെങ്കിൽ എനിക്ക് ഇതും അൺഗ്രൂപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഇൻഡിവിജ്വൽ എലമെന്റ്സ് ആക്കാം, അപ്പോഴേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ. ഇതാണ്, ഇത് അൺഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇതിലിപ്പോഴും ഓട്ടോയിലോട്ട് കിടപ്പുണ്ട്, സാരമില്ല. തൽക്കാലം ഇത് മാത്രം എടുക്കാം. ഇതിപ്പം ഇതിലൊന്നും ഓട്ടോയിലോട്ടില്ല. ആൻഡ് ഇതും എടുത്തു ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നമ്മൾ 2 ബട്ടണും കൂടെ എടുക്കുക. ഈ ഒരു ബട്ടൺ എടുത്തു. ഓക്കെ അല്ലേ? ഇപ്പോ ഇതെല്ലാം എന്താ പറയുന്നത്, ഭയങ്കര ഇത് ഗ്രൂപ്പൊന്നുമല്ല, ഇത് ഭയങ്കര ഇതായിട്ടായിരിക്കുന്നത്. അപ്പം നമുക്കിത് 2 രീതിയിൽ അറേഞ്ച് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് രണ്ടും ഒരു സെക്ഷൻ ആക്കാം, പിന്നെ ഇത് രണ്ടും ഒരു സെക്ഷൻ ആക്കാം. ഓക്കെ, ഒരു ഓട്ടോ ലേഔട്ട് ഇതിൽ കൊടുക്കാം. ഇത് ഓട്ടോ ലേഔട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, ഇത് ഓട്ടോ ലേഔട്ടായി. ഇനി ഇതിന്റെ ഇടക്കത്തെ പാഡിങ് എനിക്ക് കുറയ്ക്കോ കൂട്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കണ്ടോ, ഇനി ഇത് രണ്ടും ഞാനൊരു ഓട്ടോ ലേഔട്ട് ആക്കുക, ഒരു ഓട്ടോ ലേഔട്ടിന്റെ അണ്ടറിലാക്കുവാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ കൊടുത്തു. ഓക്കെ, ഇതിന്റെ ഫ്രെയിം തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. ഫ്രെയിമിന്റെ ദൂരം ഓക്കെ 24 ഇട്ട് കൊടുത്തു നമ്മൾ. ഇനി നമുക്ക് ഈ ഫ്രെയിം 3ലും ഫ്രെയിം 4ലും കൂടെ ഒരു ഓട്ടോ ലേഔട്ട് കൊടുക്കാം. ഇത് തമ്മിലുള്ളത് ഓട്ടോ ലേഔട്ട് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുന്ന് ഇത് ചിലപ്പം കറക്റ്റായിട്ട് വരത്തില്ല ചിലപ്പോൾ. സോ അതിന് നമ്മൾക്ക് ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഫ്രെയിം 3ലും ഫ്രെയിം 4ലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് സെലക്ട് ആവും. ഓക്കെ, ആൻഡ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണ് കറക്റ്റ് ആഡ് ആയത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ മാറ്റാം. കണ്ടോ, 40 കൊടുക്കണമെങ്കിൽ 40 കൊടുക്കണം. ആൻഡ് ഇതിൻ്റെ ഇടയിലുള്ളത് നമുക്ക് വേണേൽ മാറ്റാം. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇത് എത്ര കൊടുക്കണം, ഇത് 20 കൊടുക്കാം. ഇത് ഇത്ര കഷ്ടപ്പെടണമെന്നില്ല, ഇവിടെ വന്നിട്ട് 20 വരച്ചു കൊടുത്താൽ മതി. ഇല്ല, ഇവിടെ 16 കൊടുക്കാം. നമുക്ക് 8ന്റെ മൾട്ടിപ്പിൾസിന് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞ് ഇതിരിക്കുന്നില്ലല്ലോ, നമുക്ക് ഇത് ഇതാക്കാം. അപ്പം നമ്മൾ ഓക്കെ, ഇനി നമ്മൾ ഇത് നമ്മൾ തൽക്കാലം മിഡിലിട്ടേക്കുക. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്പേസിങ് ഉണ്ടോ, ഈ രണ്ട് ഫ്രെയിമും തമ്മിൽ ഒരു സ്പേസിങ് ഡിഫറൻസ് ഉണ്ട്. അപ്പം നമ്മൾ അത് കൂട്ടാൻ പോവാം. കണ്ടോ, അത് കൂട്ടിയപ്പോൾ മാറി. ആൻഡ് ഇത് വേണേൽ എനിക്ക് കൂട്ടി നോക്കാം. ഒരു മിനിറ്റ്,
ഓക്കെ. ഇത് 57 കിടക്കുന്നു. ഓക്കെ, ഇത് ഞാൻ തൽക്കാലം ഒരു 40 കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം. ഓക്കെ. ഓക്കെ, ഇത് നമ്മളിപ്പോ പുറത്തെടുത്തിട്ട് ഇതിലൊരു ഓട്ടോയിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ ഒരു 160 സ്പേസിങ് ഇടാം. ആൻഡ് ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ മാറ്റുന്നതിനനുസരിച്ച് അതും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഒരു ബേസിക്സ് ഓഫ് ഓട്ടോ ലേഔട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഇത്രയൊക്കെ യൂസ് ആവത്തുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നതാണ് മെയിനായിട്ട് കമ്പോണൻറ്റിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇത്രയൊക്കെ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇതിൽ ഡെപ്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാം, കുഴപ്പമില്ല. ആൻഡ് ഇപ്പോൾ ആസ് എ ബിഗിനർ നിങ്ങൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഓക്കെ, പിന്നൊരു കാര്യം പറയാനുണ്ടായിരുന്നത് കമ്പോണൻസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ കമ്പോണൻസിൻ്റെ ചെറിയൊരു എന്താ പറയുന്ന ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ പേര്, ഇതിന് ഞാനിപ്പോൾ ഒരു എത്രയാ, ഒരു 10 റൗണ്ടഡ് 10 ഇട്ടാൽ വരത്തില്ല. ഓക്കെ, 40 റൗണ്ടഡ് കോർണർ ഇടുവാണ്. ആൻഡ് ഇതിൽ ഞാൻ ബട്ടൺ എന്ന് എഴുതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ നോക്കിയോന്ന് അറിഞ്ഞൂടാ. ഇത് എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത്, നമ്മളെപ്പോഴും ഈ ഒരു സെറ്റിങ്ങിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇതിൽ കൊണ്ടുപോവാണെങ്കിൽ ഈ ഫ്രെയിം ഇങ്ങനെ വലുതായി കിടക്കും. ബട്ട് ഇത് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ അത്ര തന്നെയുള്ള ഒരു ഫ്രെയിം ആയിരിക്കും അതിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു സിമ്പിൾ സാധനമാണ്, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇത് നമ്മളിനി സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് കൂട്ടുവാണ്. ഒരു 128 കൊണ്ടുവരികയാണ്. ഓക്കെ, ആൻഡ് ഈ ബട്ടൺ നമുക്ക് ചെറുതാക്കാം. ആൻഡ് ഇതിനെ നമുക്കിപ്പോൾ എനിക്കൊരു കമ്പോണൻ്റ് ആക്കണമെങ്കിൽ ഇത് ഞാനൊരു ബട്ടൺ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ആക്കുവാണ്. അതിന് മുമ്പ് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പും ഫ്രെയിമും ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രെയിമിൻ്റെ കാര്യം ഞാൻ കുറെ പറഞ്ഞു. ഇതിൽ ഗ്രൂപ്പ് എന്നും പറഞ്ഞു ഒരു കാര്യം കൂടെ ഉണ്ട്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗ്രൂപ്പ് തന്നെ, അത്രേ ഉള്ളൂ. നേരത്തെ നമ്മൾ ഇവിടെ നേരത്തെ ഗ്രൂപ്പ് ചെയ്തായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്രൂപ്പ് ഒന്നുമില്ല, ലൈക്ക് സിമിലർ എലമെന്റ്സിന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ആ ഗ്രൂപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇതൊരു ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൻ്റെ അകത്ത് ബട്ടൺ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്. ആൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, കണ്ടോ? അത് അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. ബട്ട് ഫ്രെയിം ചിലപ്പം റെസ്പോൺസീവ് ആവത്തില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. ആൻഡ് നമ്മൾ എന്താ പറയുന്നത്, ഒരു ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ് ഫ്രെയിം. ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരിക്കലും ഫുൾ ഡിസൈൻ ഇട്ട് വെക്കത്തില്ല. ഫുൾ ഡിസൈൻ ഒരു ഫ്രെയിമിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മളിനി ഒരു കമ്പോണൻ്റ് ആക്കാൻ പോവാണ്. ഈ ബട്ടൺ കണ്ടോ?
ഇത് ഈ ബട്ടൺ പ്രസ് ചെയ്തതാണ് കമ്പോണന്റ് ചെയ്യുന്നത്. ഈ കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നുമില്ല, ഇങ്ങനെ ആയിരിക്കും കമ്പോണന്റ് കാണിക്കുന്നത്. ഒരു പർപ്പിൾ ബോർഡറും അതുപോലെ എന്താ, ഒരു സെക്കൻഡേ, ഓക്കെ. അപ്പോൾ കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി, കമ്പോണന്റ് ക്രിയേറ്റ് ആവും. കമ്പോണന്റിന്റെ ചുറ്റും ഇങ്ങനെ ഒരു പർപ്പിൾ ബോർഡർ കാണും. ആൻഡ് ബേസിക്കലി ഇനി നമ്മൾ ഈ assets പോയി നോക്കുവാണെങ്കിൽ ഈ ബട്ടൺ അവിടെ കാണേണ്ടതാണ്. ഓക്കെ, കണ്ടോ, വന്നു, ബട്ടൺ വന്നു. ഇനി എനിക്ക് ഈ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ബട്ടൺ എടുത്ത് ഇവിടെ വെക്കാം. ഇതാണ് ഇതിന്റെ, ഞാൻ പിന്നെ ബട്ടൺ വരയ്ക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിന് എനിക്ക് വേരിയൻസ് ആഡ് ചെയ്യാം. അതായത് ഇതിപ്പോ ഒരു പ്രൈമറി ബട്ടൺ എന്ന് പറയുമ്പോൾ എന്തുവാ, കാണിക്കുന്ന ഒരു ബട്ടൺ ആണെന്ന് വെച്ചോ. ഇനി എനിക്കിതിന് ഹവർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു വേരിയന്റ് വേണം. അപ്പൊ ഹവർ ചെയ്യുമ്പോൾ മാറുന്ന ഇത് കണ്ടോ, ഇവിടെ മാറുന്നുണ്ട്. ഞാൻ ഇതിൽ കൊണ്ടുവരുമ്പോൾ ഇത് കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് ആവുന്നുണ്ട്. സോ അതുപോലെ എനിക്ക് ഈ ബട്ടണിന് ഒരു വേരിയന്റ് വേണം. ആൻഡ് ഈ വേരിയന്റിനെ എനിക്ക് ഹവർ എന്നും പറഞ്ഞ് ഞാൻ പേരിടുക. ഓക്കെ, അപ്പോൾ ഇത് ഹവറിന്റെ പ്രോപ്പർട്ടി ഉള്ള ഇതാണ്, ഇത് ഡീഫോൾട്ട്. ആൻഡ് ഈ പ്രോപ്പർട്ടീൻ്റെ പേര് എനിക്ക് മാറ്റാം. ഇതെനിക്ക് സ്റ്റേറ്റ് എന്ന് ഇടാം. ഇവിടെ സ്റ്റേറ്റ് ആയി, ഇത് ഹോവർ. ഓക്കെ, ഇനി ഇതിന്റെ കളർ എനിക്ക് മാറ്റാം. ഇതിനെ ഞാൻ കുറച്ചുകൂടെ ഡാർക്കർ ആക്കുവാണ്, ഒരു ഷെയ്ഡ് ഡാർക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ഒരു എന്താ പറയുന്ന ഒരു ബട്ടൺ സിസ്റ്റം എന്ന് വേണേൽ പറയാം. ഓക്കെ, ഓക്കെ അല്ലേ? ഇനി എനിക്ക് ഞാനിതിവിടെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഫയലിൽ. അപ്പം ഞാൻ എൻ്റെ ഈ ഫയലിലേക്ക് എനിക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യണം. അപ്പം എനിക്ക് സിംപ്ലി ഇവിടെ പോയിട്ട് അസറ്റ്സിൽ നോക്കിയിട്ട് ഒരു ബട്ടൺ എടുക്കുക. ആൻഡ് ഇതെനിക്ക് മാറ്റിയിട്ട്, ഓക്കെ, ഇത് ഹവറിൻ്റെ ബട്ടൺ ആണ്. ഹവറിൻ്റെ ബട്ടൺ ഇൻസേർട്ട് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ ഹവറിൻ്റെ ബട്ടൺ വരും. സോ ഒന്നുമില്ല, ഇത് വലിയ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് പണി കുറയ്ക്കും. ആൻഡ് ഇതിൽ കുറച്ചുകൂടെ പറയാനുണ്ട്, ബട്ട് അത് നമുക്ക് നാളെ പറയാം. അത് ഇതും പിന്നെ പ്രോട്ടോടൈപ്പിംഗ് കൂടെ പറഞ്ഞ ഏകദേശം ടെക്നിക്കൽ സാധനങ്ങളെല്ലാം ഒരു അത്യാവശ്യം രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇനി വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഫിഗ്മയിൽ എനിക്ക് എന്താ പറയുക, കൊളാബറേറ്റ് ചെയ്യാന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം ഈ കൊളാബറേഷൻ പോസിബിൾ ആക്കുന്ന ഒരു രീതിയാണ് ഈ കമൻറ്റ്. ഈ ബട്ടൺ ഞെക്കിയാലോ ഇല്ലെങ്കിൽ സി ഞെക്കുമ്പോഴോ, കീബോർഡിൽ സി ഞെക്കുമ്പോഴത്തേക്കും ഇത് വരും. ഇത് കൊണ്ടുപോവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കമൻസ് ലീവ് ചെയ്യാം. പിന്നെ അത് പിന്നീട് വന്ന് എനിക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഉണ്ട്, എനിക്ക് ഇതിൽ റിപ്ലൈ കൊടുക്കാം. അല്ലെങ്കിൽ ലിറ്ററലി ഒരു ചാറ്റ് പോലെയാണ് ഇതിവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഇത് റിസോൾവ് ആയെങ്കിൽ ഓക്കെ, കഴിഞ്ഞു, അതിനി ആവശ്യമില്ല, അങ്ങനെ ഇത് കളയാം. പിന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഇവിടെ സ്പോട്ട്ലൈറ്റ് മീ എന്ന് കൊടുക്കുവാണെങ്കിൽ എല്ലാവരുടെയും സ്ക്രീനിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഇന്നത്തേക്ക് തൽക്കാലം പിന്നെ തൽക്കാലം ഇത്ര മതി. ബാക്കി നമുക്കിനി ഈ ടാസ്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour കൂടെ ഉള്ളൂ. ആൻഡ് ഓക്കെ, അല്ല, ഈ ടാസ്ക് 1 എല്ലാവരും ചെയ്തായിരുന്നോ? ഓക്കെ, ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. ഇത് ഈ UI കോപ്പി ചെയ്യാൻ പറഞ്ഞത് ചെയ്തിട്ടില്ല. ഓക്കെ, അതില് ഇതിനെക്കുറിച്ച് ഞാൻ എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ഓക്കെ, ഈ വീഡിയോ അൻഷ്മേറയുടെ വീഡിയോ ആണ്. അൻഷ്മേറ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ലൈക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഡിസൈനർ ആണ്. പുള്ളി സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് പുള്ളിയുടെ ഒരു സീരീസ് ഉണ്ട്, ബേസിക്സ് ഓഫ് ഫിഗ്മ എന്നും പറഞ്ഞിട്ട്.
ലൈക്ക് ഭയങ്കര എന്താ പറയുക, ഒരുപാട് ലൈക്ക് കണ്ടന്റ് ഡെൻസ് ആണ്. എല്ലാരും പറയുന്നത് പോലെ അല്ല പുള്ളി പഠിപ്പിക്കുന്നത്. എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ കണ്ടു നോക്കുക. And, കണ്ടോ, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഈ സ്റ്റൈൽസും ലൈബ്രറീസും ഒന്നും. പിന്നെ ഡിസൈൻ സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആൻഡ് ഈ പ്രോട്ടോടൈപ്പും കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ബിഗിനർ ലെവലിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ആൻഡ് നിങ്ങൾ UI ലൈക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഫിഗ്മയിൽ അക്കൗണ്ട് എടുത്തിട്ട് എന്താ പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നുമില്ല. ഇവിടെ പോയി F അടിച്ചിട്ട് വയർ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. വയർ ഫ്രെയിം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ഫ്രെയിം കിട്ടും. ആൻഡ് നമ്മൾ ഇന്ന് ഇതിൻ്റെ ഇത് റീക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഒരു വെബ്സൈറ്റ് പറയുക, പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കൊരു യൂട്യൂബിൻ്റെ ഇത് റീക്രിയേറ്റ് ചെയ്യണം. അത് ചെയ്യാം. ഓക്കെ, ഞാനിതൊരു റെഫറൻസിന് വേണ്ടി ഞാൻ ഇത് എടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ആൻഡ് റൈറ്റ് ഓഫ് ദ ബാറ്റ് എനിക്ക് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പോയിട്ട് ഈ ഇങ്ക് ടൂളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇങ്ക് ടൂൾ എന്താ ചെയ്യുക ഒന്നുകൂടെ പറയാം. ഇങ്ക് ടൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കളർ റെഫറൻസ് ഉണ്ട്. അപ്പം അത് ഇവിടെ കാണിക്കും. ഇത് ഏത് ഹെക്സ് കോഡ് സഹിതം കാണിക്കും. കണ്ടോ? അപ്പം എനിക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഈ കളർ കൊടുത്താൽ മതി, എൻ്റെ അത് മൊത്തത്തിൽ ആ കളറാവും. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, നമുക്കിനി ആദ്യം നാവ് ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മൾ യൂഷ്വലി ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ഓരോ കമ്പോണൻ്റ് ആയിരിക്കും. നാവ് ബാർ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. അതുപോലെ ഈ കാർഡ്സ് കണ്ടോ, ഈ കാർഡ്സ് എല്ലാം ഒരു കമ്പോണൻ്റ് ആയിരിക്കും. ആൻഡ് ഇതെല്ലാം ഓരോ കമ്പോണൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതുപോലെ ഈ ഒരു സെക്ഷൻ ഒരു കമ്പോണൻ്റ് ആയിരിക്കും. അങ്ങനെ. ബട്ട് അത്രയും ചെയ്ത് കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് ഓക്കെ, ഗ്രിഡ് സിസ്റ്റം നമുക്ക് ഇതിൽ ഓൺ ആക്കി വെക്കാം. ഗ്രിഡ് സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം ഇവിടെ ലേ ഔട്ട് ഗ്രിഡ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്രിഡ് വരും. ഓക്കെ, ഗ്രാഫ് കണക്കാണ് വരുന്നത്. ബട്ട് ഇതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് റോസും കോളംസും ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു പാഡിങ് കൊടുക്കുവാണ്. എന്താ കുറച്ചുകൂടെ കൊടുക്കാം, 40. ഓക്കെ, ഓ ഇത് കളറാണ്, സോറി. മാർജിൻ ഇവിടെ 40. ഗട്ടർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് ഗട്ടർ. അപ്പം ഈ ഗട്ടർ സൈസ് എനിക്ക് വേണമെങ്കിൽ കൂട്ടുവാണെങ്കിൽ ഇവിടുത്തെ വിട്ട് കൂടും. ഇത് കുറയ്ക്കുകയാണെങ്കിൽ കുറയും. ഇത് സിമ്പിളാണ്, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. 40 ഇടാം. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചോ. ബട്ട് ഇങ്ങനെ, അപ്പോൾ ഇത് വെർട്ടിക്കൽ മെഷർമെൻറ്റിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് സോ നമ്മൾ ഒരു ലേ ഔട്ടും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് ഇത് നമ്മൾ ഒരു കോളമായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മളൊരു 12 കോളം സിസ്റ്റം ക്രിയേറ്റ്, സോറി 12 കോളം അല്ല, 12 റോ. ഓക്കെ, ഇന്നിച്ചിരി ഡിസ്ട്രാക്റ്റഡ് ആണ് ഗൈസ് ഞാൻ. ഓക്കെ, ഇത് നമുക്കൊരു 100 കൊടുക്കാം. ഇതിൽ നമുക്ക് 12 കൊടുക്കാം. ഓക്കെ, ഇതെന്താ ഓക്കെ, ഇപ്പൊ ശരിയായി. ഇത് ഈ ഒരു സെറ്റിംഗ് നിങ്ങൾ മാറ്റണം. ഓക്കെ, ഞാൻ മറന്നുപോയി. ഇതിൽ സ്ട്രെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വരത്തില്ല. ഇതിൽ ടോപ്പ് കൊടുക്കുക. ഓക്കെ, ടോപ്പ് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100 കോളംസ് ഇങ്ങനെ, 100 റോസ് ഇങ്ങനെ വരും. ഇത് ആക്ച്വലി കോളം അല്ല, ഇത് റോ ആണല്ലേ. ഓക്കെ, ഇതാണ് റോ. നമ്മുടെ ക്ലാസ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെയാണ് റോ എന്ന് പറയുന്നത്, പക്ഷെ ഇത് ആക്ച്വലി കോളമാണ്. അപ്പൊ അങ്ങനെ ആരും ഓർത്ത് വെച്ചിട്ടുണ്ട്, കൺഫ്യൂഷനായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ മെഷർ ചെയ്യാനൊക്കെ സാധനമായി. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഐക്കൺസ് വോട്ട് ചെയ്യാം. ഓക്കെ,
ഐക്കൺസ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇവിടെ പോവുക, നമ്മൾ ഇതിൽ കമ്പോണൻസിലാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പ്ലഗിൻസിൽ പോവുക, ഐക്കോണിഫൈ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് വരും. കുറച്ച് സമയം എടുക്കും ലോഞ്ച് ആവാൻ. നമ്മൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെർച്ചിൻ്റെ ഐക്കൺ കിട്ടി. ഇമ്പോർട്ട് നമ്മൾ കളറ് നമുക്ക് മാറ്റാം. സോ നമ്മൾ തൽക്കാലം ഡാർക്ക് മോഡ് ആയതുകൊണ്ട് നമുക്ക് വൈറ്റിൽ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇമ്പോർട്ട് ഐക്കൺ. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ആസ് കമ്പോണന്റ് എന്നും കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് കമ്പോണന്റ് ആയിട്ട് വേണമെങ്കിൽ കമ്പോണന്റ് ആയിട്ട് നമുക്കത് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ അത് എവിടെ പോയാൽ കിടക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? ഇവിടെ നിന്ന് ഇത് നമ്മൾ കൊണ്ടുപോയി ഇവിടെ വെച്ചു. ആൻഡ് നമ്മൾ ആദ്യം ഒരു സെർച്ച് ബാറാണ് ഉണ്ടാക്കുന്നത്. സെർച്ച് ബാറിൽ സെർച്ച് ഐക്കൺ വേണം, പിന്നെ വോയിസ് സെർച്ചും വേണം. നമ്മൾ വോയിസ് സെർച്ച് നോക്കാം. ഓക്കെ, മൈക്കും കിട്ടി നമുക്ക്. അപ്പോൾ ഈ മൈക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, മൈക്ക് എവിടെ? മൈക്ക്, നമുക്ക് മൈക്കും ഉണ്ട്. ഈ സെർച്ച് ബാർ ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഓരോന്നോരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, ഈ ഒരു സെർച്ച് ബാർ ഉണ്ടാക്കണമെങ്കിൽ എന്തോ ആദ്യം വേണ്ടത് ഒരു റെക്റ്റാങ്കിൾ വേണം. അപ്പം നമ്മൾ ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇത് കുറച്ചുകൂടെ മിഡിൽ ആണ് പ്ലേസ്ഡ് ആയിരിക്കുന്നത്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ കറക്റ്റ് മിഡിലാണ്. ഇനി ഇത് നമുക്ക് എന്താ ഇതിൽ കൊടുത്തേക്കുന്നത്, ഇത് ഭയങ്കര റൗണ്ടഡ് ബാറാണല്ലേ. അപ്പൊ നമ്മൾ കുറച്ച് എന്താ പറയുന്നത്, ഇതിന് റൗണ്ടഡ് കോർണർ ആഡ് ചെയ്യുക. ഒരു 60 ഇട്ട് കൊടുക്കുക. കണ്ടോ, ഏകദേശം അതുപോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കളർ നമുക്ക് കറക്റ്റ് ഇതിൽ നിന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ പോയിട്ട് ഈ കളർ കൊടുക്കുകയാണെങ്കിൽ അത് ഇതാകും. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ അതിലൊരു ഇത് പുതിയൊരു സാധനമാണ്, സ്ട്രോക്ക് എന്നും പറഞ്ഞിട്ടൊരു സാധനം. സ്ട്രോക്കിൽ എന്തോ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോ ഒരു ഔട്ട്ലൈൻ വരും. അതാണ് ഈ സ്ട്രോക്ക് ചെയ്യുന്നത്. അപ്പം സ്ട്രോക്ക് കൊടുത്തു, സ്ട്രോക്കിന്റെ കളർ ബ്ലാക്കാണ്, അപ്പൊ കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇവിടെ പോയിട്ട് ഇത് സൂം ചെയ്ത് കിട്ടുമ്പോഴത്തേക്കും കണ്ടോ ഇവിടെ നിന്നൊരു കളർ കിട്ടും. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ഇതിനും വന്നിട്ടുണ്ട്. ബട്ട് ഇത് കാണണമെങ്കിൽ കണ്ടോ, അപ്പൊ ഏകദേശം അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ബാർ നമുക്ക് കിട്ടി. ഇനി ഇത് കണ്ടോ, ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. ഈ പോർഷനും ആക്ച്വലി ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിന്റെ രണ്ട് സൈഡ് മാത്രമേ അവർ കോർണേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മളൊരു റെക്റ്റാങ്കിൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കുറയ്ക്കാം. സൈസ് കുറച്ചിട്ട് ഇതിൻ്റെ കണ്ടോ, ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോ ഇത് കിട്ടും. സോ ഇത് 0 ആക്കി ഇടുക. അപ്പോൾ അത് ഫുള്ളി റൗണ്ടഡ് കോർണേഴ്സ് മാറും. ആൻഡ് ഇതിൻ്റെ കളറ് ഇവിടെ പോയിട്ട് നമ്മൾ ഇങ്ക് എടുക്കുക, ഈ സെയിം കളർ ഇടുക. ഓക്കെ, സോ നമുക്കിതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഞാനിതിവിടെ കൊണ്ടുവെക്കുക. കണ്ടോ, ഇനി ഈ സെർച്ച് ഐക്കൺ എടുത്ത് ഇങ്ങോട്ട് വെക്കുവാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടോ, ഈ സെർച്ച് ഐക്കൺ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഇതിൽ ഏറ്റവും പുറകിലാണ് ആ ഐക്കൺ കിടക്കുന്നത്. സോ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ പി കിടക്കുന്ന ആ ലൈനിലുള്ള അല്ല അതങ്ങനെ പറയണ്ട, സ്ക്വയർ ബ്രാക്കറ്റ്സ് എന്താ പറയുന്നത് പ്രസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇതിനെങ്ങനെ പറയുന്നത്, റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് കയറി വരും.
കണ്ടോ? ഇപ്പൊ ഇതിൽ ഏറ്റവും ടോപ്പിലാണ് ഈ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇത് താഴോട്ട് എടുത്ത് മാറ്റുവാണെങ്കിൽ അത് പോകും. സോ ഇത് ഞാൻ പിന്നെ എടുത്ത് ഫ്രണ്ടിൽ ഇടുവാണെങ്കിൽ കണ്ടോ അത് വരും. ഇപ്പൊ നമ്മള് ഇനി വേണേൽ ഇതിനെ കറക്റ്റ് ആയിട്ടൊന്ന് പൊസിഷൻ ചെയ്യാം. മിഡിലാക്കി വേണേൽ ഇതിന്റെ സൈസ് ഇച്ചിരി കൂട്ടാം, 48 ആക്കാം. വേണ്ട, ഓക്കെ 48 ആക്കണ്ട, 40 ഇടാം. ആൻഡ് ഈ ഐക്കൺസിന്റെ ഒക്കെ സൈസ് ഒക്കെ മിനിമം ഒരു 24 എങ്കിലും വെക്കണം, എന്നാലേ അത് വിസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഇത് ഇച്ചിരി വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. എന്നാലും അവരുടെ ഐക്കണും നമ്മുടെ ഐക്കണും വേറെ വേറെയാണ്. ബട്ട് നമുക്ക് ഇനി എന്താ ഉള്ളത്, സെർച്ച് എന്നും പറഞ്ഞ ഒരു ടെക്സ്റ്റും കൂടി ഇട്ടാൽ നമ്മുടെ സെർച്ച് ബാർ കംപ്ലീറ്റ് ആവും. ഇത് കണ്ടോ, ഇതിങ്ങനെ വരുന്ന എന്താ, ഈ ഫ്രെയിമും ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇത് വരും. ഇപ്പൊ ഒരു 24 കൊടുക്കാം. സെലക്ട് ചെയ്യണം എന്നാലേ വരത്തുള്ളൂ. 24 കൊടുക്കാം. അത് ഓക്കെ. അപ്പൊ അത് ഏകദേശം ഒരു അങ്ങനെ ആയിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ അലൈൻ ചെയ്യുന്നു. വേണേ കുറച്ചുകൂടി ചെറുതാക്കാം, ബട്ട് സാരമില്ല. നമ്മൾ ആ കളർ തന്നെ പിന്നെ സെലക്ട് ചെയ്യുന്നു. എക്സാക്ട് കളർ നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നുമില്ല, നമ്മളിവിടെ പോയിട്ട് ഇത് സെലക്ട് ചെയ്താൽ മതി. കണ്ടോ, ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഫോൺ സൈസ് ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റില്ല, അതൊക്കെയാണ്. ബട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഓരോ കമ്പോണൻസും ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെയ്താൽ മതി. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ബോറടിക്കുന്നുണ്ടോ കണ്ടിട്ട്? കുറച്ച് ബോറടി ആയിരിക്കും, കാരണം ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം. ബട്ട് ഇങ്ങനെയാണ് UI റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ കുറച്ച് ഫിഗ്മ നോക്കിയിട്ട് ഈ വീഡിയോ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇത് ഫുള്ള് ചെയ്യാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല, ഇപ്പം തന്നെ 15 മിനിറ്റ്സും കൂടെ ഉള്ളു. പിന്നെ നമുക്ക് അടുത്ത ഈ ടാസ്ക് നോക്കാം. ഇപ്പൊ നമ്മൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ChatGPT നമുക്ക് യൂസ് ചെയ്യാമെന്ന്. സോ ChatGPTയും ഈ UXൽ ഭയങ്കര ഒരു എന്താ പറയുന്ന പാട്ട് പ്ലേ ചെയ്യുന്ന ഒരു സാധനമാണ്. കാരണം നമുക്കിതിൽ ഒരുപാട് എന്താ പറയുന്നത്, കുറേ വർക്ക് ഇതിൽ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. റിസർച്ചും അങ്ങനത്തെ കാര്യങ്ങളും യൂസർ പേഴ്സോണയൊക്കെ ലൈക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ ഒരുപാട് ഡേറ്റ ലൈക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സെക്കൻഡറി റിസർച്ച് എന്ന് പറയുന്ന സാധനം നമ്മൾ ലൈക്ക് അത്ര എഫേർട്ട് ഇടേണ്ടി വരത്തില്ല. പ്രൈമറി റിസർച്ചിൽ ഒബ്വിയസ്ലി ഇടേണ്ടി വരും, ബട്ട് സെക്കൻഡറി റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ട് പോയി ചെയ്യാത്ത റിസർച്ചിനെയാണ് സെക്കൻഡറി റിസർച്ച് എന്ന് പറയുന്നത്. പ്രൈമറി റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായി പോയി ചെയ്യുന്നു. ഇപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്, ഇല്ലെങ്കിൽ നമ്മളൊരു ഫോം കളക്ട് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അതിനാണ് പ്രൈമറി റിസർച്ച് എന്ന് പറയുന്നത്. ബട്ട് ഞാനിപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നത് സെക്കൻഡറി റിസർച്ച് എന്ന്. ഓക്കെ, സോ ഓക്കെ, ഇത് ഞാനിപ്പം ഈ ChatGPTക്ക് ഒരു പ്രോംപ്റ്റ് ആയിട്ട് എടുക്കുക. ഇത് ലിറ്ററലി കോപ്പി ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണെങ്കിൽ എൻ്റെ പ്രോബ്ലം ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇടുക. ലൈക്ക് ഐ എം ട്രൈങ് ടു ക്രിയേറ്റ് an app for നിങ്ങൾ ആരുടെയെങ്കിലും പ്രോബ്ലം പറയുമോ? ആരെങ്കിലും ചാറ്റ് എഴുതിയിടുവോ? അത് നമുക്ക് കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടൂ. ഹലോ, എല്ലാവരും ഉറങ്ങിപ്പോയോ? ഓക്കെ, ആപ്പ് ഫോർ എന്താ പറയുന്നത്, ഡിസ്ലെക്സിക് കിഡ്സ്. ഡിസ്ലെക്സിക് കിഡ്സിന് വേണ്ടിയിട്ടൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്ത് പറ്റി ChatGPTക്ക് എന്ത് പറ്റി? ഓക്കെ,
ഇത് ഒബ്വിയസ്ലി കുറച്ച് കൂടുതലാണ്. ലൈക്ക് ഇത്രയും വലിയതൊന്നും എഴുതണ്ട. അപ്പം നമ്മൾ ചാറ്റ് ജി പി ടിനോട് തന്നെ പറയാണ്, മേക്ക് ഇറ്റ് കൺസൈസ്. ആൻഡ് നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാണ് ലൈക്ക് ഇത്രയും വലിയൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇതിൽ ലൈക്ക് ഈ ഒരു ഇത്ര ഇൻഫോ വന്നാൽ മതി. എന്താണ് സ്റ്റേറ്റ്മെന്റ്, എന്താ പ്രോബ്ലം, ആരാ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാ ഫേസ് ചെയ്യുന്നത്, അത്രയും വന്നാൽ മതി. ട്രഡീഷണൽ ഓഫർ ഓക്കെ ഓക്കെ. ഇത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാം ശരിക്കും പറഞ്ഞ. ഇതില് ആഡ് സ്പെസിഫിക് ഡീറ്റെയിൽസ് കൊടുക്കുവാണെങ്കിൽ കണ്ടോ, ഇതിലിപ്പോ കുറച്ചുകൂടെ ഇത് വന്നിട്ടുണ്ട്, ഏജ് വന്നിട്ടുണ്ട്, അതുപോലെ പുവർ അക്കാഡമിക്. ഇതാണ് പ്രോബ്ലം ശരിക്കും. പുവർ അക്കാഡമിക് പെർഫോമൻസ്, ലോ സെൽഫ് എസ്റ്റീം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇത് നമുക്കൊരു നല്ല പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം. സോ ഈ ഒരു ടാസ്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലിറ്ററലി ലൈക്ക് 5 minutes എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് വെച്ച് മൂവ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ഇതെന്താ, റിസർച്ച് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയണം. ലൈക്ക് ഒന്നില്ലെങ്കിൽ ഡിസ്ലെക്സി ഉള്ള ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കണം, അല്ലെങ്കിൽ ഡിസ്ലെക്സി ഉള്ള ഒരു പേരന്റിന്റെ അടുത്ത് സംസാരിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യണം. സോ അതും സിമ്പിൾ ആണ്. ഇതേ ചാറ്റിൽ കൊടുത്തിട്ട് ക്രിയേറ്റ് സം ക്വസ്റ്റ്യൻസ് ഫോർ പ്രൈമറി റിസർച്ച്, ഫോർ പ്രൈമറി UX റിസർച്ച് എന്ന് കൊടുക്കാം. ആ UX നിങ്ങൾ മെൻഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ ഭയങ്കര ജനറലൈസ്ഡ് ആയിട്ടൊരു ഇത് വരും. ഫോർ സം ക്വസ്റ്റ്യൻസ് ഫോർ പ്രൈമറി UX ഫോം എന്ന് കൊടുക്കാം. The 4 questions, wait, the questions should be limited to the most 5 important questions. ഓക്കെ, ഇപ്പൊ ഇത് മൊത്തം ഒരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഇതിനോട് പറയാം, ആൽട്ടർ ദ ക്വസ്റ്റ്യൻസ് ടു കണ്ടെയ്ൻ ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരാൾക്ക് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പറയും. ആൽട്ടർ ദ ക്വസ്റ്റ്യൻസ് ടു ആഡ് അറ്റ് ലീസ്റ്റ് 2 questions which to quantitative questions. കണ്ടോ, ഇപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതിൽ ആഡ് ആയിട്ടുണ്ട്. ഈ ഫോം നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യാം. ഇതൊരു പ്രോപ്പർ പക്കാ സംഭവമാണിത്. കണ്ടോ, മോണോ വൺ സ്കെയിൽ, ഹൗ ചാലഞ്ചിങ് ഇറ്റ് ഈസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ഹാവ് യു. അപ്പം ഈ ടൂൾസ് ഇത് ഭയങ്കര ഒരു കീ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. ഇവരെയാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ നോക്കുന്നത്. ആൻഡ് കണ്ടോ, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് ഇത് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലാസ്റ്റ് ഒരു ഫീൽഡ് ലൈക്ക് നമുക്ക് എപ്പോഴും അതർന്ന് കൊടുത്തിട്ട് നമുക്ക് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഫീൽഡ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ലൈക്ക് അവർക്ക് എന്തെങ്കിലും ഇൻപുട്ട് തരാനുണ്ടെങ്കിൽ അവർക്ക് അത് ആഡ് ചെയ്യാം. സോ ഇത് സെറ്റായേ. ആൻഡ് പിന്നെ നിങ്ങൾ ഇത് ആരെങ്കിലും 5 പേർക്ക് അയച്ചു കൊടുക്കുക. അപ്പം ഇത് ഡിസ്ലെക്സിയ ഉള്ള പ്രോബ്ലം എടുത്തുകൊണ്ടാണ് ഇത്. നിങ്ങൾക്ക് ഡിസ്ലെക്സിയ ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. നിങ്ങൾ എടുക്കുന്ന പ്രോബ്ലം റെലവെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, 5 പേർക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് നേരിട്ട് ഒരാളോട് പോയി സംസാരിച്ച് അത് ഡോക്യുമെന്റ് ചെയ്ത് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരാളോട് ഡിസ്ലെക്സിയ ഉള്ള ഒരാളോട് പോയി സംസാരിച്ച് ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും പിന്നെ വേണമെങ്കിൽ അതിന്റെ താഴെ ലൈക്ക് ഇൻസൈറ്റ്സ് എന്നോ അനാലിസിസ് എന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്താൽ മതി. ആൻഡ്
ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണോ അറിഞ്ഞൂടാ. വേണമെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് യൂസർ റിസർച്ച് നടത്താൻ പറ്റും. ഇമാജിൻ യു ആർ എ കിഡ് വിത്ത്, ബട്ട് ഒബ്വിയസ്ലി ഇതിങ്ങനെ ചെയ്താലും ഇതിൻ്റെ വാലിഡിറ്റി നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പാട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം, പക്ഷേ അത് എന്താ പറയുന്നത്, ഇതിൽ കുറച്ചുകൂടെ റെലവൻസ് കുറവാണ്. അതുപോലെ ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ച് നോക്കിയിട്ട് വേണം ഇത് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതിലൊക്കെ ഒരു ബേസ് ഇതിന് നിങ്ങൾക്ക് തുടങ്ങാമല്ലോ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് ഡിസൈൻ 3 features that can be implemented through an app website as a solution and 2 user personas. അപ്പം ഈ ഒരു ആപ്പ് ആവുമ്പോഴത്തേക്ക് ഹലോ ഗായ്സ്, ഞാൻ എവിടെ വെച്ചാണ് ഓഫായി പോയതെന്ന് പറയാമോ? ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ഇപ്പോഴാണ് ഞാൻ നോക്കിയത്. അലൻ ഒന്ന് പറയാമോ ഞാൻ എവിടം വരെ പറഞ്ഞത് നിങ്ങൾ കേട്ടു? എന്താ പേഴ്സോണയൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ പിന്നെ ജസ്റ്റ് എന്തോ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മീറ്റിന്റെ പുറത്ത് വെക്കും. അപ്പോൾ അങ്ങനെ ഓക്കെ, കാണാലോ, സ്ക്രീൻ കാണാലോ. ഓക്കെ, സോ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാറ്റ് ജിപിടിനോട് തന്നെ ചോദിക്കാം. പക്ഷേ അതിൻ്റെതായിട്ടുള്ള അത് എന്താ പറയുന്നത്, നെഗറ്റീവ്സ് അതിനുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങൾ ചുമ്മാ ഒരു പ്രോംപ്റ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു കുക്കി കട്ടർ സാധനമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബട്ട് നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക. ആൻഡ് അത്രേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ഇത് നല്ല നിങ്ങൾ യൂസ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ ഭയങ്കരമായിട്ട് ഇത് ഇംപ്രൂവ് ചെയ്യും. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഈ ഫോം ക്വസ്റ്റ്യൻസ് അല്ലാതിരുന്ന് ആലോചിക്കുവാണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും. ഇനിയിപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്താൽ മതി, എനിക്കിത് വായിച്ചു നോക്കിയിട്ട് ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണോ എനിക്കിത് ആഡ് ചെയ്താൽ മതി. ആൻഡ് ചില സമയത്ത് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇത് നമ്മളോട് പറഞ്ഞു തരും. സോ നിങ്ങൾ എന്താ പറയുന്നത്, ചാറ്റ് ജിപിടിനോട് ചോദിച്ചു എഴുതി എന്നുള്ള ആ ഒരു എന്താ പറയുന്നത് നാണക്കേടോ അങ്ങനത്തെ ഇതൊന്നും വിചാരിക്കണ്ട. കാരണം ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കേണ്ടതിന് ഒരു സാധനമാണ്. ഓക്കെ, നമ്മുടെ വർക്ക് ഫ്ലോയിൽ എത്ര എന്താ ഇൻവോൾവ് ചെയ്യിക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പണിയും കഴിയും. പ്ലസ് എന്താ പറയുന്നത്, സ്പീഡാവും. പിന്നെ ഇതിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ചുമ്മാ ഒരു കോപ്പി പാസ്റ്റ് ചെയ്ത് വെക്കുന്നത് വളരെ മോശമാണ്. നിങ്ങളുടെ ഇമേജിനെ അത് ബാധിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ ഇതിൽ യൂസർ റിസർച്ച് നമുക്ക് വേണേൽ ജനറേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഡിസ്ലെക്സിക് ആളായിട്ടുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ലൈക്ക് നിങ്ങൾക്കൊന്നും ഓപ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ആൻഡ് എപ്പോഴും നമുക്ക്
ഈ പ്രൊഡക്റ്റിന്റെ ഡയറക്ഷൻ മാറ്റാൻ പറ്റിയ ഒരു ഡിസിഷൻ കിട്ടണമെങ്കിൽ ഒബ്വിയസ്ലി എന്താ പറയുന്നത്, നമ്മൾ തന്നെത്താനെ ആ ഒരു റിസർച്ച് നടത്തി നമ്മൾ പോയി ഗ്രൗണ്ടിൽ പോയി ഓക്കെ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് കാണുമ്പോഴേ നമുക്ക് ആ ഒരു നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. ഓക്കെ ഇതാണ് ചെയ്യേണ്ടത്, എന്നാലേ ഇത് നന്നാവത്തുള്ളൂ എന്നുള്ളത്. ഓക്കെ സോ ഇത് ഒബ്വിയസ്ലി ഒരു പോർട്ട്ഫോളിയോക്ക് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഒരു ടാസ്കിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യാം. ബട്ട് റിയൽ ലൈഫ് സിനാരിയോയിൽ പോകുമ്പോൾ ആ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് ഇടപഴകിയാലേ ശരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ളത് ഐഡിയാസ് നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഞാൻ എളുപ്പപ്പണി കാണിച്ചു തരാമെന്ന്, ബട്ട് അതല്ല ശരിക്കും. ഓക്കെ ഉണ്ടോ? അത് തന്നെ ഇന്ന് ലൈക്ക് അത് തന്നെ പ്രിറ്റൻഡ് ചെയ്യുവാണ് ഞാനൊരു കിഡാണെന്നും പറഞ്ഞിട്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് കിട്ടും. ആൻഡ് ഇത് വളരെ ലിമിറ്റഡ് ആണ്, ഇതുപോലെ ആയിരിക്കത്തില്ല ചിലപ്പം ഒരു റിയൽ വേൾഡ് സിനാരിയോയിൽ നടക്കുന്നത്. അതൊക്കെ അല്ലേ. ആൻഡ് ഇനിയിപ്പോൾ നമുക്കൊരു ഡിസൈൻ 3 ഫീച്ചേഴ്സ് എന്നുള്ളൊരു ആണ് അടുത്ത ടാസ്ക്. ആൻഡ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ യൂസർ പെർസോണയുടെ കാര്യമാണ്. സോ ഇതിനൊരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ബിഹാൻസിൽ അവരാരോ പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. സോ ഇത് കണ്ടോ, ഇതാണ് ഒരു യൂസർ പേഴ്സൺ. സോ ഈ ഒരു കേസിൽ ഡിസ്ലെക്സിക് ആയിട്ടുള്ള ഒരു കുട്ടിയായിരിക്കും ഒരു പേഴ്സോണ. ഇതിൽ അറിയില്ല, ബട്ട് നിങ്ങൾക്കറിയാം എന്താന്ന്. അപ്പൊ അതില് റെലവെന്റ് ആയിട്ടുള്ള ആദ്യം ഒരു എബൌട്ട് സെക്ഷൻ കൊടുക്കണം. എബൌട്ട് സെക്ഷനിൽ അവരെ കുറിച്ചുള്ള ഒരു ബയോ ആണ്, ലൈക്ക് അവരെന്താ ചെയ്യുന്നത്, അവരെവിടെ താമസിക്കുന്നത്, ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതില് അവർ ആസ് എ പേഴ്സൺ ആരാന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ലൈക്ക് അവർക്ക് മ്യൂസിക് ഇഷ്ടമാണ്, മ്യൂസിക് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഓഡിയോ ബുക്സും അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആൻഡ് ഈ ആപ്പ് യൂസ് ചെയ്യാൻ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള മോട്ടിവേഷൻസ് അതാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത്. കണ്ടോ, ആക്സസ് ടു ക്വാളിറ്റി മ്യൂസിക്, പോസിബിലിറ്റി ടു ചൂസ് അക്കോർഡിംഗ് ടു യുവർ മൂഡ് ആൻഡ് സെൻസ് ഓഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഡിസപ്പോയിൻമെന്റ് വരാൻ ഉള്ള ചാൻസസ്. അപ്പം അതും ഈ ഒരു ഡിസ്ലെക്സിക് ആപ്പിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ അവർക്ക് മനസ്സിലാവാത്തതായിരിക്കും ആദ്യത്തെ ഡിസപ്പോയിൻമെന്റ് വരാനുള്ള കാര്യം. അതുപോലെ എന്താ പറയുന്നത്, ടു ഹെവി ആകാം, ലൈക്ക് ലെസൺസ് കൂടുതൽ ഭയങ്കര ലോഡ് വരുന്നതാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ആൻഡ് ഇത് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ ഈ റിസർച്ച് പോയി ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ആൻഡ് ഇത് ഒരു ക്രൂഷ്യൽ സാധനമാണ് ഇത് രണ്ടും. എന്നാലും നമ്മൾ ആ ആപ്പ് അതിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കറക്റ്റ് ഒരു കമ്പനിയിലൊക്കെ പോകുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഇത് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ യൂസർ പേഴ്സോണ എന്ന് പറയുന്നത് നമ്മുടെ യൂസേഴ്സിനെ നമ്മൾ മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഓക്കെ സോ ഞാനെന്ന് പറഞ്ഞായിരുന്നു ഇവർ യൂസ് ചെയ്യുന്ന ഏതൊക്കെ എന്താ ഡിവൈസസ് ആണ്, അതുപോലെ ഇവരുടെ ലൊക്കേഷൻ ഏതാ, ആൻഡ് ഇവരുടെ വയസ്സ് ഏതാ, പിന്നെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്, പേരും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെക്ഷൻ. ആൻഡ് പിന്നെ അവരുടെ സ്കിൽസ്. ഇത് വേണേ നമുക്ക് മാറ്റാം. ഈ ഒരു സെക്ഷൻ നമ്മുടെ റെലവൻസ് അനുസരിച്ചാണ്. ഈ ഒരു സെക്ഷൻ നമ്മുടെ ആപ്പിന് റെലവെന്റ് ആണെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ എടുത്ത് കളയാം. ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ് അവർ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് റെലവെന്റ് ആയതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാൻ ഗസ് ചെയ്യുവാണ് ഇത് ഒരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോമിന്റെ ഒരു ഇതാണെന്നുള്ളത് ഞാൻ ഗസ് ചെയ്യുവാണ്. സോ ലൈക്ക് അതിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഒരു ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ അത് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡയറക്റ്റ് ഷെയറിംഗ് ഒക്കെ പോവാം. സോ ആ ഒരു ഫീച്ചർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഇവർ ഏതൊക്കെ നെറ്റ്വർക്ക്സിലാണ് ഉള്ളതെന്ന് നമ്മൾ അറിയണം. സോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഓക്കെ സോ ഇതുപോലത്തെ ഒരു 2 എണ്ണം, ഇല്ലെങ്കിൽ ഒരെണ്ണം മതി. ഒരെണ്ണം ഉണ്ടാക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ 3 ഫീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യുക. സോ ഇപ്പൊ നമ്മളൊരു ഡിസ്ലെക്സിക് ആപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എന്ത് ഫീച്ചേഴ്സ് കൊണ്ടുവരാം?
ഇത് നോക്കിയിട്ട് സം ഗെയിംസ് ഹെൽപ്പ് ബട്ട് ദേ ക്യാൻ ബി കൺഫ്യൂസിങ് ബട്ട് ഓൾ ഫോർഗെറ്റ് ആഫ്റ്റർ എ വൈൽ. സോ ഈ ഫോർഗെറ്റ് ചെയ്യുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഫീച്ചർ ആഡ് ചെയ്യാം, സ്പേസ്ഡ് റെപ്പറ്റീഷൻ. സ്പേസ്ഡ് റെപ്പറ്റീഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നുമില്ല, നമ്മൾ സാധാരണ കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നില്ല? ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾ എവിടം വരെ കണ്ടായിരുന്നു? ഞാൻ യൂസർ പേഴ്സണെ കാണിച്ചത് കണ്ടായിരുന്നു. ഹലോ, ആ അത് കണ്ടായിരുന്നോ? ആണോ? ഓ, ഓക്കെ ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പോഴോ? കാണുന്നുണ്ടോ? ഓക്കെ, ഒരു മിനിറ്റ്. എൻ്റെ നെറ്റ് ഒന്ന് സെറ്റ് ആക്കട്ടെ. ഓക്കെ, ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പൊ അതിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ ഞാൻ ഈ സോഷ്യൽ നെറ്റ്വർക്ക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടായിരുന്നു? യെസ് ഇല്ലെങ്കിൽ നോ പറയൂ ഗൈസ്. ഓക്കെ, ഇല്ലെന്ന് ഞാൻ വിചാരിക്കുവാണ്. ഓക്കെ, ഇവിടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ റെലവെന്റ് എന്ന് പറയുന്നത്, ഞാൻ ഓഡിബിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാറ്റിലോ എന്തെങ്കിലും പറയണേ. ഞാൻ വാട്സാപ്പ് ഓൺ ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും മെസ്സേജ് ഇടണം കേട്ടോ, അല്ലെ ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ. ഹലോ, ആ അപ്പോ ഇതൊരു ഓഡിയോ ബുക്ക് പ്ലാറ്റ്ഫോം അല്ലേ. സോ അപ്പോ ഇപ്പൊ നമ്മൾ എന്താ സ്പോട്ടിഫൈ എന്നൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും, ഷെയർ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ യൂസേഴ്സ് ഏതൊക്കെ നെറ്റ്വർക്കിലുണ്ട്, അതായത് നമ്മുടെ ആപ്പ് കൂടാതെ വേറെ എവിടെയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് ലൈക്ക് നമ്മുടെ അഡ്വാൻറ്റേജിന് അത് നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചേക്കുന്നത്. സോ ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത്ര റെലവൻസ് ഇതിന് വരത്തില്ല. സോ അങ്ങനെ. സോ നിങ്ങളുടെ ആപ്പിന് റെലവെന്റ് ആയിട്ടുള്ള സെക്ഷൻ ആഡ് ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ കുറെ ചുമ്മാ ഇങ്ങനെ ബിഹാൻസ് പോയിട്ട് യൂസർ പേഴ്സണൽ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പല പല ഫോർമാറ്റ് വരും. സോ എന്തൊക്കെ നിങ്ങൾക്ക് വെക്കാന്നുള്ളത് വെക്കാന്നുള്ളത് ഓക്കെ, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ സെക്ഷൻ കാണും, യൂസർ പേഴ്സൺ. സോ അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഫീച്ചറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഫോർഗെറ്റ് ദ വേർഡ്സ് ആഫ്റ്റർ എ വൈൽ. അതിന് നമുക്ക് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണേൽ നമ്മുടെ ആപ്പിൽ നമുക്ക് യൂസേഴ്സിന് സ്പേസ്ഡ് റെപ്പറ്റീഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഓക്കെ അയാൾക്കൊരു വാക്ക് ഇങ്ങനെ ഓർത്ത് വെക്കണം. സോ അത് അവർക്ക് ഇൻപുട്ട് ചെയ്യാം. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആപ്പിൽ അത് അൽഗോരിതം വെച്ചിട്ട് 3 ദിവസം കഴിയുമ്പോൾ, പിന്നെ അടുത്ത 7 ദിവസം കഴിയുമ്പോൾ അങ്ങനെ അങ്ങനെ അത് കാണിച്ചുകൊണ്ടിരിക്കും. സോ അതൊരു ഫീച്ചറായ. പിന്നെ ലിസ്ണിംഗ് ഹെൽപ്സ് മീ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. സോ നമുക്കൊരു എന്താ പറയുന്ന ഒരു ഓട്ടോമാറ്റിക് എന്താ പറയുന്ന ഒരു റീഡിങ് അസിസ്റ്റന്റ് ആഡ് ചെയ്യാം. അതായത് എന്ത് മെറ്റീരിയൽ കൊടുത്താലും അത് നമുക്ക് വായിച്ചു തരും. സോ അങ്ങനത്തെ ഒരു ഫീച്ചർ നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് don't get as tired when I have to read. പിന്നെന്താ, I like knowing how I'm doing, but I don't want to make me feel bad if I'm not doing well. സോ ഇതിലെന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അവർക്ക് ഫീഡ്ബാക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നും പറഞ്ഞ് ഓർത്ത് എനിക്ക് വിഷമം വരരുത്. സോ അപ്പം നമുക്ക് അതിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് വേണമെങ്കിൽ ഒരു ചാറ്റ് ബോട്ട് ആഡ് ചെയ്യാം.
ഒരു സപ്പോർട്ട് ചാറ്റ് ബോട്ട്. അതായത് നമ്മുടെ നമ്മുടെ പെർഫോമൻസിനെ ഒരു ഭയങ്കര നല്ല രീതിയിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അത് അനലൈസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. അങ്ങനത്തെ ഒരു സാധനം. ഓക്കെ. സോ ഇപ്പൊ 3 ഫീച്ചേഴ്സ് ആയില്ലേ. സോ അപ്പൊ നമ്മുടെ ഈ ടാസ്ക് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ടാസ്ക് 3യിലേക്ക് കിടക്കും. അപ്പം ഞാൻ ഇത് ചാറ്റ് ജിപിടിക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുവാണ്. മൈ ആപ്പ് ഷുഡ് ഹാവ് spaced repetition system, a voice assistant to read any material that I input, and a chatbot to assist me to give me feedbacks in a polite manner. List down the actions that a user can complete in my app. Make sure to have at least 4 actions. ഇത് ഭയങ്കര ഒരു റോ പ്രോംപ്റ്റ് ആണ്. എന്നാലും അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്. ഇൻപുട്ട് ചെയ്യണം ലേണിംഗ് മെറ്റീരിയൽ, അത് ഓർഗനൈസും ചെയ്യണം. സോ അപ്പോൾ അതിന് വേണ്ടി എന്തായിരിക്കും ഒരു യൂസർ ഫ്ലോ വരാൻ പോകുന്നത്? സോ ഞാൻ ഒരു അപ്ലോഡ് ബട്ടൺ ആഡ് ചെയ്യുവാണ്. ഞാൻ അപ്ലോഡ് ബട്ടൺ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതിൻ്റെ യൂസർ ഫ്ലോ ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്ക് ഫിഗ് ജാം എടുക്കാം. നമുക്ക് ഇത് ഉപയോഗിക്കാം, ഫ്ലോ ചാർട്ട്. ഇത് ആക്ച്വലി ഒരു ബേട്ട ഫീച്ചർ ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, കാരണം ബേട്ട യൂസേഴ്സിന് മാത്രമേ ഉള്ളത്. എനിക്ക് അറിയില്ല അതിപ്പം ആഡ് ചെയ്യുമെന്ന്. സോ ഇത് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിൽ കൊടുക്കുകയാണ്. ആൻഡ് ഇത് കുറച്ച് പൊട്ടയാണ്. ഇത് ചാറ്റ് ജിപിയുടെ അത്രയും ഡെവലപ്ഡ് അല്ല. ഇതിൽ ഭയങ്കരമായിട്ട് സാധനങ്ങൾ ലാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം, ജനറേറ്റ് ചെയ്ത് നോക്കാം എന്താ വരുന്നത്. ഓക്കെ, ഓക്കെ, സെറ്റ് വന്ന്. ഇതിൽ നോക്കുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യാം, ഇൻപുട്ട് ചെയ്യാം, പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ റീഡിങ് പ്രാക്ടീസ്, അങ്ങനെ. ഓക്കെ, സോ എന്താ പറയുന്നത്, ഈ ഒരു ആപ്പ് ഇങ്ങനെയാണ് യൂസർ ഫ്ലോ വരുന്നത്. സോ നിങ്ങൾക്ക് ആ ഫീച്ചർ കിട്ടുവാണെങ്കിൽ അതിൽ ട്രൈ ചെയ്യാം. ആൻഡ് യൂസർ ഫ്ലോയ്ക്കും ഞാൻ ഒരു എന്താ പറയുന്നത് ഒരു ബ്ലോഗ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ആർക്കിടെക്ചറും കൂടെ ഉള്ളത്. സമയം കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ പറയുന്നത് ലൈക്ക് നിർത്താം. ഇത് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
അതെ. അതെ. ഓക്കെ. നാളെ കാണാം ഗൈസ്.